ഇന്നലെ രാത്രി ഭയങ്കര കൊടുങ്കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി താമസിച്ചായിട്ട് എഴുന്നേറ്റ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാം മൂടും പോയി. കാരണം മുറ്റത്ത് മുഴുവൻ ചപ്പായിരുന്നു കേട്ടോ. കാരണം രാവിലെ തന്നെ ഇത് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാപ്പിയുടെ കാര്യം അവതാളത്തിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിറ്റടിയൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ കാപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ നോർത്തോട്ട് കയറി കേട്ടോ. ആദ്യം പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അരിപ്പൊടി കണ്ടപ്പോൾ നോക്കി ഇടിയപ്പം ഉണ്ടാക്കിയേക്കാമെന്ന്. കാരണം ഇത്ര ഭാരപ്പെട്ട പണികളൊന്നും ഞാൻ അങ്ങനെ താമസിച്ചെഴുന്നേക്കുന്ന ദിവസം ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇന്നെന്തോ മൂഡ് തോന്നി. പിന്നെ നൂൽപുട്ടാട്ടോ ഉണ്ടാക്കിയത്. ഇടിയപ്പം ഇല്ലേ, അപ്പോൾ കൂടെ നമുക്ക് താറാമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. താറാമുട്ട ആണ് കറി വെച്ചത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി അപ്പച്ചമ്പിലോട്ട് വെച്ചിട്ട് പിന്നെ കറിക്കുള്ള പണി നോക്കി കേട്ടോ. താറാവിൻ്റെ മുട്ടയായതുകൊണ്ട് ആർക്കും അങ്ങനെ അത് ഇഷ്ടമില്ല കേട്ടോ. പൊരിച്ചാലൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ കറി വെച്ച് കൂട്ടുവാണെങ്കിൽ എല്ലാവരും കൂട്ടിക്കോളും എന്ന് ഓർത്ത് ആദ്യം പിന്നെ സവോളയ്ക്കൊന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മീറ്റ് മസാലയാട്ടോ ഇട്ടത്. ചിക്കൻ മസാലയാണ് ഞാൻ സാധാരണ ഇടുന്നത്. പക്ഷേ കുറച്ച് മീറ്റ് മസാലയോടൊക്കെ ഇട്ട് ഒന്ന് കുത്തി മൂപ്പിച്ച് കേട്ടോ. മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഒത്തിരി കൊഴുപ്പൊന്നുമില്ല. അപ്പോൾ എന്നാൽ അത് കുറച്ചുകൂടെ ഒരു തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ചേർത്തേക്കാന്ന് ഓർത്ത് ശകലം തേങ്ങയോടെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർക്കും തേങ്ങ അരച്ചൊന്നും മുട്ടക്കറി ഇഷ്ടമല്ല. പക്ഷേ ഗ്രേവി കുറവായതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടെ ചേർത്ത് കേട്ടോ. മുട്ട ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല കോമ്പിനേഷൻ, എനിക്കിഷ്ടം കേട്ടോ. രാവിലെ ഇടിയപ്പവും മുട്ടക്കറി അന്ന് കിട്ടപ്പോൾ തന്നെ ദേവുട്ടിക്ക് പിന്നെ പനി ആയതുകൊണ്ട് അവൾക്ക് അധികം വേണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം അവൾ കഴിച്ചുള്ളൂ. ഇടിയപ്പം എല്ലാം പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഞാനൊരു 3 എടുത്തുള്ളൂ കേട്ടോ. കാരണം നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഒത്തിരി സമയമായിരുന്നു. ഒരു 9:30 10 മണി എങ്ങനെ ആയിക്കാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി മിറ്റടിക്കണമെന്നുള്ള ഒറ്റ സങ്കടം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.